ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ യാത്ര ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്കാണ് കേട്ടോ. തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കൂടുതലും എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിക്കാണ് പാർക്കിലൊക്കെ കയറാറ്. ഇന്ന് ഞാൻ ഹിൽ പാലസിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ചെയ്യാനായിട്ട് വിചാരിച്ചു. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹിൽ പാലസിലെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രി. ഇവിടെ നിന്ന് കയറി നേരെ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. നേരെ കാണുന്നത് പാർക്കിംഗ് ആണ്. ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. കാറാണെങ്കിൽ നമുക്ക് ഹിൽ പാലസിൻ്റെ അടുത്ത് തന്നെ പാർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. 30 രൂപയാണ് അഡൽട്ടിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. 20 രൂപ നമ്മൾ ക്യാമറ മൊബൈൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു. 2100 രൂപയാണ് ക്യാമറയ്ക്ക് വരുന്ന ചാർജ്. അത് നമ്മൾ എക്സ്ട്രാ അടച്ചിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബസ്സിലും ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ കയറി ചെല്ലാം. ഞങ്ങൾ അടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ നേരെ കയറി ചെല്ലുമ്പോഴേ ക്ലോക്ക് റൂമാണിത്. ഇവിടെ നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് വേണം പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പം നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരുപാട് സീനുകളും കാര്യങ്ങളൊക്കെ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് പാലസിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കാണ്. അപ്പം അടുത്തുനിന്ന് ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഈ കാഴ്ച വളരെ വിരളമാണ്, ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കിട്ടാറില്ല. പിന്നെ നമ്മളോട് നേരെ പോകുമ്പോൾ നമ്മുടെ അകത്തെ ഹിൽ പാലസിലെ മ്യൂസിയത്തിലെ പ്രദർശനങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ രാജഭരണ കാലത്തിലുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രി. ഇവിടെ നമ്മൾ സ്റ്റെയർ കയറി മുകളിലോട്ടാണ് പോകുന്നത്. മരം കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെയറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നേരെ പോകുന്നത് ഒരുപാട് പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വീഡിയോ ഷൂട്ടിങ്ങിന് അകത്തെ ചില ഭാഗങ്ങളിൽ നമുക്ക് അനുവദനീയമല്ല. ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കിരീടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊന്നും തന്നെ എടുക്കാനുള്ള അനുവാദം തന്നിട്ടില്ല. പുറത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പൈസ ഈടാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു 54 ഏക്കറിലാണ് ഏകദേശം ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഒരു 3-4 മണിക്കൂർ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനുള്ള അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ മണിച്ചിത്രത്താഴിൽ നിങ്ങൾ ഈ ഒരു വഴി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാനായിട്ട് ഇവിടെ കുളിക്കടവിലേക്കാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു കാടിന് നടുവിലൂടെയാണ് നമുക്ക് പോകുന്നതായിട്ട് തോന്നും. ചില ഇടങ്ങളിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട്. മുകളിൽ ഓടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് ഇവരിത് പണിതിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കാണുന്നത് പോലെ നാലുകെട്ടും നടുമുറ്റമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ആ കാഴ്ച വളരെ കുറവാണ്. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വഴി നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഹിൽ പാലസിൽ ഫ്രണ്ടിൽ മോളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വല്ലാത്തൊരു ഫീല് തന്നെയാണ്. നമ്മൾ ഫിലിമിലേക്ക് കാണുന്നത് പോലെ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ആരും ഇത് മിസ് ചെയ്യരുത്. അവിടെ നിന്ന് നേരെ പോയപ്പോഴാണ് ഒരു മിനി സൂ കണ്ടത്. ഇവിടെ മാനും മ്ലാവും ഒക്കെ ഉണ്ട്. ഇത് ആ കുളക്കടവിൻ്റെ ആ സൈഡിലൂടെയുള്ള വ്യൂ ആണ്. ഈ സൈഡിൽ നിന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് ഇറങ്ങുന്നതിന് മുമ്പാണ്. അവിടെ ഞങ്ങൾ പോയത് മാനെയൊക്കെ വളർത്തുന്നുണ്ട്. ഒരു മിനി മ്യൂസിയം ആണ് കേട്ടോ. മാനും മ്ലാവും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ കൂടുതലുള്ള മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ല. മാനും മ്ലാവും മാത്രമേ ഉള്ളൂ. കുറച്ച് മാനും മ്ലാവും അകത്തെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ ഉണ്ട്. കുറച്ച് പേര് നമ്മുടെ നെറ്റിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാവുണ്ട്. അവിടുത്തെ പ്ലാവിൽ കഴിക്കാനായിരിക്കാം. ഇവിടെ നമ്മൾ നേരെ നടക്കുന്ന പോകുമ്പോഴാണ് കേട്ടോ രാമവർമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന അന്ത്യവിശ്രമ സ്ഥലമാണ്. അതിനകത്തേക്ക് കയറാനോ ഷൂട്ട് ചെയ്യാനോ ഇരിക്കാനോ നമുക്കതിൽ അനുവാദമില്ല. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ നടന്നു പോകുമ്പോഴാണ് ഇരിപ്പിടങ്ങൾ, ഒരുപാട് ഇരിപ്പിടങ്ങൾ നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെയിലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ
സുഖമായിട്ട് അവിടെ ഇരിക്കാനും നടക്കാനൊക്കെ സാധിക്കും. ഇതിനോട് ഒന്നും ബന്ധമില്ലാത്തൊരു കാര്യമാണ് ദേ കാണുന്നത് ഡിനോസർ. ഡിനോസറിൻ്റെ പ്രതിമയും നമുക്കവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും പാലസിൻ്റെ ചുറ്റും പുറമൊക്കെ കാണാനായിട്ട് നടക്കുവാണ്. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആയിരിക്കും. 9 മണി മുതൽ 4 മണി വരെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ആ ടൈമിൽ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഉച്ച സമയത്താണെങ്കിൽ 2 മണിക്ക് ശേഷം വരാനായിട്ട് ശ്രദ്ധിക്കാം. രാവിലെ 9 മണിക്ക് തന്നെ ഇത് ഓപ്പൺ ആയിട്ടിരിക്കും. ഇത് നമ്മൾ പാലസിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മൾ കാറിൽ കയറി വരുന്നത്. ഒരുപാട് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹിൽ പാലസിലെ വിശേഷങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഹിൽ പാലസിൽ വരാത്തവരാണെങ്കിൽ വന്ന് കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.